ഇത് വെച്ചു. എന്താ കുഞ്ഞേ ഇത്? ഈ പറമ്പ് ഞാൻ വാങ്ങിയ വിവരം പൊന്നമ്മ അറിഞ്ഞാണല്ലോ. എനിക്ക് ഇവിടെ ചില ബിസിനസ്സുകളൊക്കെ തുടങ്ങാനുള്ള പരിപാടിയുണ്ട്. 5000 രൂപയുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ പൊന്നമ്മ സൗകര്യമായിട്ട് എങ്ങോട്ടെങ്കിലും മാറണം. 15 വർഷമായി ഞാൻ. പൊന്നമ്മേ, മാറിയേ പറ്റൂ. എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ. കൃത്യമായി വാടക തരുന്ന സ്വഭാവമായിരുന്നു ഭാസ്കരൻ നായരുടേത്. ഇനിയിപ്പോ കടയൊന്ന് പച്ച പിടിക്കുന്നവരെ എനിക്ക് വാടക വേണ്ട. ഇപ്പൊ തന്നെ ഒരുപാട് സഹായങ്ങളായില്ലേ? ഭവാനി ഒന്നും പറയണ്ട. ആ, എല്ലാരും ഇരുന്നാട്ടെ. ചായ കുടിച്ചിട്ട് പോയാ മതി. ആദ്യത്തെ ചായ ഞാൻ തന്നെ എടുക്കാം. ആ, ഇരുന്നാട്ടെ. അങ്ങോട്ട് ഇരുന്നാട്ടെ. ചേട്ടാ, അലമാര ഇരുന്നെ ഓർണമെന്റ്സ് ഒന്നും കാണുന്നില്ല. ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി. ഞാൻ അതെടുത്തങ്ങ് പണയം വെച്ചു. വളരെ നാളായുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു കാർ വാങ്ങാന്നുള്ളത്. ആ നമ്പൂരിയുടെ പറമ്പിന്റെ ഇടപാട് കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്ക് ബാലൻസ് തീർന്നു പോയി. അതുകൊണ്ടാ. എന്നോട് ഒരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ? ഓ, ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് ഭാര്യയുടെ സമ്മതം ചോദിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ. അതിനു മുമ്പ് ആഭരണങ്ങൾ. നിന്റെ തന്ത ചത്തുപോയി നിന്ന് പോങ്ങാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഭാര്യയാണെന്ന് കരുതി എന്നെ ഭരിക്കാമെന്ന് വിചാരിക്കണ്ട. ഇവിടെ ഞാൻ പറഞ്ഞ ശരി, മനസ്സിലായോ? നിനക്കൊന്നും തോന്നരുത്. എന്റെ സ്വഭാവം എങ്ങനെയായി പോയി എന്ന് കരുതി എനിക്ക് നിന്നോട് സ്നേഹക്കുറവൊന്നുമില്ല. അവിടെ പോയിരിക്കും. ഇനി മടങ്ങിപ്പോയാലുടൻ ആഭരണങ്ങൾ മുഴുവൻ തിരിച്ചെടുക്കാനുള്ള പണം ഞാൻ എത്തിച്ചേരാം. ഒരു സിപ്പ്, ഒരു സിപ്പ്. എനിക്ക് വേണ്ട. നിന്റെ വിഷമം മുഴുവൻ മാറട്ടെ. ഓ, സംസ്കാരമില്ലാത്ത ഈ ശവത്തിനെ എന്റെ തലയെ കെട്ടിവെച്ചല്ലോ ഈശ്വരാ. കേശവൻകുട്ടി, കേശവൻകുട്ടിയില്ലേ? ഉണ്ട്. ആരാ? ഒരു ഫ്രണ്ടാ, സുധീർ. കയറിയിരിക്കൂ. ആ, ഇങ്ങെത്തിയോ? ഹലോ, ഞാനിങ്ങോട്ട് വരാനിരിക്കായിരുന്നു. പേപ്പേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നാളെ തന്നെ ഹാൻഡ് ഓവർ ചെയ്യാം. ഓ, ആയിക്കോട്ടെ. നമ്മൾ വാങ്ങുന്ന കാറ് ഈ സുധീറിന്റെയാ. ഞാൻ നിന്നെ നാളെ രാവിലെ വന്ന് കണ്ടോളാം. ഓ, എന്നാ ഞാൻ ഇറങ്ങുന്നു. ഓ, ശരി. അപ്പൊ പറഞ്ഞ പോലെ. എന്നിട്ട് അനന്തം പിന്നെ ഇവിടേക്ക് വന്നിട്ടേ ഇല്ല? എങ്ങനെ വരാനാ? നാട്ടുകാരുടെ വിചാരം ഇപ്പോഴും ഇവിടുത്തെ കേശവൻകുട്ടി കുഞ്ഞ് പറഞ്ഞതാ ശരിയെന്നല്ലേ? പൊന്നമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഇവിടുത്തെ ഏതാണുങ്ങളുടെ മനസ്സിലിരിക്കുന്ന രഹസ്യവും ഈ പൊന്നമ്മ അറിയും. അപ്പൊ കുഞ്ഞെ, കെട്ടിയോ നല്ല ഗുണത്തി ഇരിക്കുമ്പം പറഞ്ഞ് പൊന്നമ്മ ഒന്ന് സഹായിക്കണം. എനിക്ക് എന്റെ കുടി വിട്ട് എങ്ങും പോവാൻ വയ്യ. കേശവൻകുട്ടിയുടെ കാറ് വന്നു. മോനെ ഒന്ന് മാറേ, മോനെ ഒന്ന് മാറട മരപ്പെട്ടി. കേശവൻകുട്ടി വാങ്ങിച്ച കാറാണോ ഇത്? ആ, കേശവൻകുട്ടി വാങ്ങിച്ച കാറാണ്. പക്ഷെ എനിക്കാണ്. പിന്നെ ഇതേമാതിരി 3 എണ്ണം ബോംബെയിൽ വാങ്ങിച്ചിട്ടുണ്ട്. പാസ്പോർട്ട് കിട്ടിയില്ല. മോനെ, നീ അടുത്ത പ്രാവശ്യം വരുമ്പോ നിന്റെ കപ്പൽ ഇങ്ങോട്ട് കൊണ്ടുവരണം. എനിക്ക് ഇവിടുത്തെ ആറ്റിൽ ചോട്ടാനാണ്. എന്നാലേ നിന്റെ അച്ഛന്റെ പേരും നെലി ഈ നാട്ടുകാർക്ക് മനസ്സിലാവും. ഒന്ന് കാണട്ടെ. മാങ്ങ എന്നീ കറി കഴിച്ചിട്ട് ഈ നാട്ടിലൊക്കെ ഒന്ന് കറക്കിയിട്ട് കൊണ്ടുപോടാ.
ആ കൈയെടുക്ക് പെയിന്റ് പോവും. ചാരല്ലേ എന്താ ഇങ്ങനെ കണ്ട അലവരാതിക്ക് കയറിയിരിക്കാനുള്ള കാരണമല്ലേ ഇത്? ആ പോ കണ്ടില്ലേ? ആ പോ സ്ഥലം വിട് പോ. ഗേറ്റ് തുറക്കും. അങ്ങനെയല്ലെന്ന് ഒന്ന് മാറുക പിള്ളേരെ എല്ലാം കൊല്ലും ഞാൻ. നിങ്ങൾ മാറിയിരിക്കേ ഞാനിരിക്കട്ടെ. മോയിരുന്നോ എന്താണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തേ. മോനെ കണ്ടല്ലേ മാറ മാറ്. എടാ ഇവൻ ചത്തില്ലേ? ഈ നശിച്ചവനെതിരെ അച്ഛൻ ഈ കാറിൽ ആദ്യമായി യാത്ര ചെയ്യണ്ട. മോനെ, നീ എവിടെയായിരുന്നടാ? അമ്മ എന്തുമാത്രം വിഷമിച്ചു. ഞാൻ മാമന്റെ അടുത്തായിരുന്നു, ബാലമാമന്റെ അടുത്ത്. എന്നിട്ട് എന്താ നീ ഇതുവരെ അറിയിച്ചില്ല? അമ്മ വാ പറയാം. എല്ലാം കൂടി 1000 രൂപ കൂടുതൽ കിട്ടാനുണ്ടമ്മേ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാന്ന് നാട്ടുകാർ പറഞ്ഞെങ്കിലും മുഖം നോക്കാതെ കടം കൊടുക്കുന്ന സ്വഭാവമായിരുന്നു നിന്റെ അച്ഛൻ്റെ. ഇപ്പൊ മനസ്സിലായില്ലേ? സിബിയേ ചെരുപ്പിന്റെ വാർമർ പൊട്ടിപ്പോയടാ. സിബിയേ എന്താ ചേട്ടാ? വീട്ടിലെ ബിസിനസ് പോരാഞ്ഞിട്ട് ചിലവര് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പാവം ആ അമൃതം പൊന്നമ്മയുടെ കാര്യ കഷ്ടം. അമൃതം പൊന്നമ്മ വെരി ഓൾഡ് ആയി പോയില്ല ചേട്ടാ. അതിനല്ലടാ പുതിയത് ഇറങ്ങിയത്. ഞാനാണ് ഉർവശിയുടെ അമ്മ, ഞാനാണ് രമ്പാന്ന് മോള്. രണ്ടും താടകയാണ്. ഓരോരുത്തരുടെ യോഗം. ആ നടക്കട്ടെ നടക്കട്ടെ. നമ്മൾ പറഞ്ഞിട്ട് എന്താണ് സിബിഐ കാര്യം? നടക്കട്ടെ. ചേട്ടാ ഞാൻ പോയി നോക്കിട്ട് അത് ഓക്കേച്ചും വാ പോ. അമ്മിണിക്കുട്ടി എന്നല്ലേ പേര്? എന്നോട് എന്തിനാണ് വെറുപ്പ് കാട്ടുന്നത്? ഞാൻ ഒന്നും അറിയാതെ വന്നു കയറിയവളല്ലേ. അമ്മിണിക്കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ വേദനയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും ഞാൻ എല്ലാം അറിഞ്ഞു. എന്റെ ഭർത്താവ് ചെയ്ത തെറ്റിന് ഞാൻ അമ്മിണിക്കുട്ടിയോട് മാപ്പി ചോദിക്കുന്നു. ഞാനും ഒരു സ്ത്രീയല്ലേ. എന്നാലും എന്റെ കേശവൻകുട്ടി, നിന്റെ പെണ്ണിൽ നിന്ന് ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചല്ല. കുടുംബത്തിൽ പിറന്ന കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരും അമ്മച്ചിമാരും കുളിക്കുന്നത് ഞാൻ ദിവസവും നോക്കിക്കൊണ്ട് നിൽക്കുന്നവനാണ്. അവരോടൊന്നും സംസാരിക്കാതെ നിന്റെ ഭാര്യ അമ്മണിക്കുട്ടിയോട് മാത്രം സംസാരിക്കുന്നത് നിന്റെ ശനിദേശയുടെ തുടക്കമാണ്. മനസ്സിലായില്ലേ? അവളെ പറഞ്ഞ് വിലക്കണം. ഇല്ലേ നിന്റെ ഗതി അതോ ഗതി.